പല കാര്യത്തിലും എന്ന പോലെ സർ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ച് മേനി നടിക്കാനാണ് മന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നത്. ഇത് കേരളീയ സമൂഹത്തോടുള്ളൊരു വെല്ലുവിളിയാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്, ആരോഗ്യരംഗത്തുള്ളൊരു പ്രതിസന്ധിയാണ്. അതിനോട് സർക്കാർ സ്വീകരിക്കുന്ന ഈ സമീപനം ഒട്ടും ശരിയല്ല. ഇവിടെ സർ ഉറവിടം കണ്ടെത്തി രോഗം തടയുന്നതിൽ സർക്കാർ തികഞ്ഞ പരാജയമാണ്. നിപ്പ, മസ്തിഷ്ക ജ്വരം, ഇതിൻ്റെയൊക്കെ മരണനിരക്ക് കേരളത്തിൽ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം കൊണ്ടായോ സാർ? രണ്ടിൻ്റെയും ഉറവിടം കണ്ടെത്തുന്നതിൽ വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടു സാർ. ഇവിടെ നമ്മൾ ആരോഗ്യരംഗത്ത് ഒരു ആപ്തവാക്യമുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് ഇവിടെ വിസ്മരിക്കുകയാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല, രോഗം എങ്ങനെ വരാതിരിക്കണം എന്ന് നോക്കണ്ടേ സാർ? പഞ്ചായത്തുകളെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതി ഇതുവരെ തയ്യാറാക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല. അവരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ ഇത് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ സർ. നിഗമനത്തിനെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കുളത്തിൽ കുളിച്ചാലാണ്, തോട്ടിൽ കുളിച്ചാലാണ്, പുഴയിൽ കുളിച്ചാലാണ്, മോശമായ വെള്ളത്തിൽ കുളിച്ചാലാണ് മൂക്കിലൂടെ ഇത് കയറി ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ വീട്ടിൽ കുളിച്ചവർക്കും രോഗം വന്നു മരിച്ചു. അതുപോലെ തന്നെ പിറന്ന് 4 മാസമായ കുഞ്ഞ്, അതിനേതായാലും കുളത്തിലും പിന്നെ പുഴയിലൊന്നും കൊണ്ടുപോകില്ല, 4 മാസമായൊരു കുഞ്ഞും മരിച്ചു. ഇവിടെ നമ്മൾ കാണേണ്ടത്, നമ്മളെല്ലാത്തിനും ഉഷാറാണെന്ന് പറഞ്ഞ് നമ്പർ 1 കേരളം എന്ന് പറയുന്നതിൽ ഞങ്ങളൊക്കെ കേരളക്കാർ തന്നെയാണ്. നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കിയാണിത്. പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോഴും അവിടെ നമ്പർ 1 കേരളം എന്ന് നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. ഡോക്ടർ രാജീവ് സദാനന്ദനെ നിങ്ങൾക്കറിയില്ലേ? ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. നിങ്ങളുടെ 1ാം ഗവൺമെന്റിൽ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ അടുത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട്, 1ാമത് എന്ന തള്ള് അപകടകരമാണെന്ന മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. ആരോഗ്യരംഗത്ത് എല്ലാത്തിലും 1 പറയുന്ന ഈ തള്ള് വളരെ അപകടകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ല, ഉപനേതാവ് പറഞ്ഞതല്ല, രാജീവ് സദാനന്ദന്റെ വാക്കുകളാണ്. ആരോഗ്യ സംവിധാനം ഇപ്പോഴും പ്രാകൃതമായ അവസ്ഥയിലാണ്. ആര് പറയണേ? രാജീവ് സദാനന്ദൻ പറയുകയാണ്. സർ, ഇവിടെ ഡെങ്കിപ്പനി നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാ കൊല്ലം ഡെങ്കി വന്ന് വിസിറ്റ് ചെയ്ത് പോണില്ലേ? ഒരുപാട് ആൾ മരിക്കുന്നില്ലേ? എല്ലാ വർഷവും ഉണ്ട്, ഡെങ്കിയിൽ ആളുകൾ മരിക്കുന്നുണ്ട്. സർ, നിപ്പ ഓരോ കൊല്ലവും വരുന്നുണ്ട്. എന്താ, ഒരു ചില പ്രത്യേക മാസത്തിൽ വരുന്ന വവ്വാലിന് മാത്രം നിപ്പ ഉണ്ടാകണ്? അങ്ങനെ ഇപ്പൊ നിങ്ങൾ പറയണം, ആ പ്രത്യേക മാസത്തിൽ വരുന്ന വവ്വാൽ രോഗവാഹികളാണെന്നാണ്. പക്ഷേ എല്ലാ കൊല്ലവും നിപ്പയും വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്തവണ മണ്ണാർക്കാടും വിസിറ്റ് ചെയ്തു സാർ നിപ്പ. ചില പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ടായി. അപ്പോ ഇവിടെ ഇത് എന്തുകൊണ്ട് അടുത്ത കൊല്ലം വരൂല എന്ന് മന്ത്രിക്ക് പറയാൻ പറ്റുമോ? സർ, മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ്. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ പിടിപ്പുകേടാണ് സർ. പിന്നെ ഇപ്പോൾ ഒരു ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടൊരു വല്ലാത്ത വിവാദം നടക്കുന്നുണ്ട്. മന്ത്രി അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് എൻ്റെ കുഴപ്പം കൊണ്ടോ ഈ കാലത്തുള്ളതോ അല്ല എന്നാണ്. മന്ത്രി ഇത് നേരെ അപ്പുറത്തേക്ക് വിട്ടു. ആദ്യം വിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന് നേരെയാണ്. 2013 ഒരു പഠനം നടത്തി, അന്ന് ആ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്നാണ്. പക്ഷേ ആ പഠനം നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് വന്നു. പഠനം ഔദ്യോഗിക പഠനമല്ല, ഗവൺമെന്റ് പറഞ്ഞ പഠനമല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാർ അവരുടെ സ്വന്തം നിലക്ക് നടത്തിയ പഠനമാണ്. എന്താണ് ഇങ്ങനെ ഈ മസ്തിഷ്ക ജ്വരം എങ്ങനെ വരുന്നത്? അങ്ങനെ നടത്തിയപ്പോൾ അതിൽ 2013 അവർ പഠനം ആരംഭിച്ചെങ്കിലും റിപ്പോർട്ട് കൊടുക്കുന്നത് 2018 ഉമ്മൻചാണ്ടി മാറി 1ാം പിണറായി ആയി. നിങ്ങൾ 1ാം ലോക മഹായുദ്ധം 2ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ മാതിരി എല്ലായിടത്തും വിശേഷിച്ച് പറയുമല്ലോ. അങ്ങനെ 1ാം പിണറായി ആയി. ആ സമയത്ത് വെച്ച് അന്ന് ആരാ ആരോഗ്യമന്ത്രി? ശൈലജ ടീച്ചറാണ്. ഉമ്മൻചാണ്ടിയെ ചാരി ശൈലജ ടീച്ചർക്ക് ഒരടി എന്നതാണോ അതിലെ സൂത്രം എന്നും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഏതായാലും ആ റിപ്പോർട്ടിനെ കുറിച്ച് പിന്നീട് വലിയ വിവാദം ഉണ്ടായി, ഫേസ്ബുക്കിൽ വലിയ പ്രശ്നം വന്നു, മന്ത്രിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ വന്നു. സത്യത്തിൽ അന്ന് എന്താ പഠനം നടത്തിയത്? കോർണിയ അൾസർ, കണ്ണിന് ബാധിക്കുന്ന അൾസറുമായി ബന്ധപ്പെട്ട പഠനമാണ് അവർ നടത്തിയത്. എന്നിട്ട് അതിൽ തന്നെ അവർ പറയുന്നുണ്ട്, നെഗ്ലേറിയ ഫൗളോറി എന്ന അമീബ ആണെന്ന് ഈ മസ്തിഷ്ക ജ്വരത്തിന് കാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നും സർ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തന്റെ കാലത്തെല്ലാം ഭദ്രമാണ്, വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിന് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളവരാണ് എന്ന് പറയുന്നതല്ലല്ലോ ഒരു മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഉത്തരവാദിത്വം. അത് പ്രശ്നങ്ങളെ നേരിടാനുള്ള ആർജവം കാണിക്കുകയാണ് സർ വേണ്ടത്. ഇതിൽ വിമർശനം വന്നു. ഇടതുപക്ഷക്കാരായ ഡോക്ടർമാർ തന്നെ മന്ത്രിയുടെ ഫേസ്ബുക്കിന് താഴെ കുറിപ്പിടാൻ തുടങ്ങിയപ്പോൾ മന്ത്രിക്ക് മലക്കം മറിയേണ്ടി വന്നു. അതിൽ 18 റിപ്പോർട്ടിന്റെ തലപ്പ് വെട്ടിയിട്ടാണ് ഫേസ്ബുക്കിൽ ഇട്ടത്. അതൊന്നും ഒരു ശരിയായ രീതിയല്ലല്ലോ. 18 റിപ്പോർട്ട് വന്നത്, പക്ഷെ അതിന്റെ ഹെഡിങ് വെട്ടിയിട്ടാണ് ഇത് ഫേസ്ബുക്കിൽ ഇട്ടത്. അപ്പോ സർ, ഈ കേരളത്തിലെ ആരോഗ്യരംഗം പരിതാപകരമായ അവസ്ഥയിലാണെന്ന് ആർക്കാ അറിയാത്തത്? ഇവിടെ ഡോക്ടർ ഹാരിസ് ചെറക്കലിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ട്. ഹാരിസ് ചെറക്കൽ മനസ്സിൽ ഇടതുപക്ഷ ആദർശമുള്ളയാളാണ്.
അദ്ദേഹം തന്നെ പറയുന്ന അച്യുതാനന്ദനും പിണറായിയും ഒക്കെ എനിക്ക് ദൈവതുല്യരാണ് എന്നൊക്കെ പറയുന്ന ഹാരിസ് ചിറക്കൽ എന്താ അവസാനം പറഞ്ഞ്, പിരിവെടുത്തും ഇരുന്ന് വാങ്ങിയും ഞാൻ മടുത്തുപോയി സർ. ശസ്ത്രക്രിയക്ക് ആവശ്യമായ സാധനങ്ങൾ സർക്കാർ തരുന്നില്ല. വേദന കൊണ്ട് പൊളയുന്ന രോഗിയോട് ശസ്ത്രക്രിയ ഇനി ഞാൻ എങ്ങനെ മാറ്റിവെക്കും എന്ന് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന സാധാരണക്കാരുടെ ഡോക്ടർ, ഒരാർഭാടവുമില്ലാത്ത സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഒരു യൂറോളജി മേധാവിയെ നമ്മൾ കാണുകയാണ്. ആ ഡോക്ടറെ ആദ്യം അത് പറഞ്ഞേ നിങ്ങൾ ബത്സിക്കാനാണ് നോക്കിയത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇനി പറയാതെ വയ്യ. ഭയത്തേക്കാൾ വലുത് രോഗികളോടുള്ള കടപ്പാടാണ്. എന്താണ് ഭയം? ഇത് പറഞ്ഞാൽ ഞാൻ ചിലത് നേരിടേണ്ടി വരും എന്ന് എനിക്കറിയാം. പക്ഷെ ആ ഭയമല്ല പ്രശ്നം. എന്റെ പ്രശ്നം രോഗികളോടുള്ള കടപ്പാടാണെന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഡോക്ടറാണ് ശ്രീ ഹാരിസ് ചിറക്കൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ രേഖാചിത്രമാണ് ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലിലൂടെ നമ്മൾ കണ്ടത്. മൂത്രാശയത്തിന്റെ കല്ല് പൊടിക്കാനുള്ള ഉപകരണം ഇവിടുത്തെ എല്ലാ ആശുപത്രിയും ഭയങ്കര ഗംഭീരാക്കി എന്നാ പറഞ്ഞത്. മൂത്രാശയത്തിന്റെ കല്ല് പൊടിക്കാനുള്ള ഉപകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല.